നമസ്കാരം. 13 വർഷങ്ങളുടെ ഒളിവ് ജീവിതത്തിന് ശേഷം NIA പിടികൂടിയ സവാദാണ് പ്രൊഫസർ TJ ജോസഫിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. ഇല്ലാത്ത പ്രവാചക നിന്ദ ആരോപിച്ച് ജോസഫ് മാസ്റ്ററിനെ ആക്രമിച്ച സംഘത്തിൽ മഴുവെച്ച് അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് സവാദാണ്. കഴിഞ്ഞ 13 വർഷത്തോളമായി കേരളത്തിൽ തന്നെ ഒളിവ് ജീവിതം നയിച്ചിട്ടും ഇയാളെ കണ്ടെത്താൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയായ സവാദ് ഏറെ ദൂരെയുള്ള കണ്ണൂരിലെത്തി ലോകത്തെ തന്നെ കബളിപ്പിച്ച് ജീവിതം നയിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം അനിവാര്യമാണ്. കഴിഞ്ഞ 13 വർഷമായി ലോക്കൽ പോലീസ് മുതൽ NIA വരെയുള്ള സകല അന്വേഷണ ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾക്ക് വേണ്ടി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ വരെ അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിരുന്നു. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും കഴിഞ്ഞ മാർച്ചിൽ NIA പ്രഖ്യാപിച്ചിരുന്നു. അതിനിടയിലാണ് ഇയാൾ കേരളത്തിൽ തന്നെ ഒരു അന്വേഷണ ഏജൻസികളുടെ കണ്ണിൽപ്പെടാതെ കഴിഞ്ഞതും. ഇത് തന്നെയാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് തീർത്ത സംരക്ഷണ വലയമാണ് സവാദിന് തുണയായതെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സവാദുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ വാദങ്ങളും മുഖവിലേക്കെടുത്തിട്ടില്ല. സവാദ് പിടിയിലായതിന് പിന്നാലെ ചടുല നീക്കങ്ങളുമായിട്ടാണ് NIA മുന്നോട്ട് പോകുന്നത്. സവാദിന് സഹായം നൽകിയത് SDPI നേതാക്കളും പ്രവർത്തകരുമാണെന്ന വിവരം പുറത്തു വന്നതോടെ പലരും കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ മുങ്ങിത്തുടങ്ങി. സവാദിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ നിന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇവരിലേക്ക് എത്തിയത്. ഇവർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയും മട്ടന്നൂർ പോലീസും അന്വേഷണം ആരംഭിച്ചതോടെയാണ് പ്രമുഖരിൽ പലരും മട്ടന്നൂരിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രായ്ക്ക് രാമാനം മുങ്ങിയത്. മട്ടന്നൂർ, ഇരിട്ടി പ്രദേശങ്ങളിൽ സവാദിനെ ഒളിവിൽ പാർപ്പിച്ചത് ഇവരാണെന്ന് NIAക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. മട്ടന്നൂർ ബേരത്ത് എത്തുന്നതിന് മുൻപ് ഇയാൾ 2 വർഷം താമസിച്ചത് ഇരിട്ടി വിളക്കോട് ചാക്കാട്ടിലെ SDPI കേന്ദ്രമായ പൂഴിമുക്കിലാണ്. സവാദിന്റെ ഭാര്യ ഖദീജ ഗർഭിണിയാണെന്നറിഞ്ഞ് കുത്തിവയ്പ്പുകൾക്ക് നിർദ്ദേശം നൽകാനെത്തിയ ആശാവർക്കർക്ക് പോലും ഇവർ വിവരം നൽകാൻ തയ്യാറായിരുന്നില്ല. ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടെന്നും കാസർഗോഡാണ് വീടെന്നും പറഞ്ഞായിരുന്നു ഇവർ ഒഴിഞ്ഞു മാറിയത്. ഇവർ പ്രസവിക്കുന്നതിന് മുൻപ് ബേരത്ത് മാറിയിരുന്നു. അവിടെയും സൗകര്യമൊരുക്കിയത് SDPI പ്രവർത്തകരാണ്. ജോലി നൽകിയ റിയാസും വാടക വീടൊരുക്കിയ ജുനൈദും SDPI പ്രവർത്തകരാണ്. വാടക കരാർ ഭാര്യയുടെ പേരിലാക്കിയതും സവാദ് താൻ കുടുങ്ങാതിരിക്കാനായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും കൃത്യമായ ആസൂത്രണം സവാദിന്റെ ഒളിവ് ജീവിതത്തിനുണ്ടായിരുന്നു. ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് 2010 ജൂലൈയിലാണ് പ്രതികൾ TJ ജോസഫിനെ ക്രൂരമായി ആക്രമിച്ചത്. ജോസഫ് മാഷിന്റെ ആത്മകഥയായ അറ്റുപോകാത്ത ഓർമ്മകളിലെ പരശുരാമന്റെ മഴുവെന്ന 25-ാം അധ്യായം ഏറെ നടുക്കുന്നതാണ്. പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് കാറിൽ മടങ്ങുന്ന തന്നെയും കുടുംബത്തെയും ഇസ്ലാമിക മതമൗലികവാദികൾ ആക്രമിച്ചതിന്റെ വിവരങ്ങൾ ഈ അധ്യായത്തിലാണ് ജോസഫ് മാസ്റ്റർ വിവരിക്കുന്നത്. അതിൽ ഒരു റോഡിലേക്ക് എടുത്തു കിടത്തി മാഷിന്റെ കൈ വെട്ടിമാറ്റിയത് ഇപ്പോൾ പിടിയിലായ സവാദാണ്. ഒളിവിൽ പോയ സവാദിനെ കണ്ടെത്താൻ വിപുലമായ അന്വേഷണങ്ങൾ നടന്നു. ആദ്യം ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിന് സവാദിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് കേസ് NIA ഏറ്റെടുക്കുകയും ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് വലിയ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഇയാൾ വിദേശത്തേക്ക് കടന്നു അല്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല. ആക്രമണത്തിലെ പ്രധാന പ്രതിയെന്ന നിലയിൽ പോലീസ് വലിയ തെരച്ചിലാണ് അശമന്നൂർ, നുലേലി, മുടശ്ശേരി സവാദിന് വേണ്ടി നടത്തിയത്. അന്വേഷണ സംഘത്തെ വെട്ടിച്ചു ഇത്രയും കാലം ഇയാൾ കഴിഞ്ഞു എന്നത് എല്ലാവരും നടക്കുന്ന സംഭവമായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായത്തോടെ തന്നെയാണ് ഇയാൾ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞതെന്നത് തന്നെയാണ് വിവരം. 13 വർഷത്തെ ഒളിവ് ജീവിതത്തിൽ സവാദ് മറ്റൊരു കള്ളപ്പേരും സ്വീകരിച്ചിരുന്നു. ഭാര്യയും 2 മക്കളും ഇയാൾക്കുണ്ടായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിനടുത്തുള്ള ബേരത്ത് ഇവിടെയുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രിയാണ് NIA സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സവാദ് എന്ന പേര് മറച്ചുവെച്ച് ഷാജഹാൻ എന്ന പേരിലായിരുന്നു പോലീസിനും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വെട്ടിച്ചുള്ള ഒളിവ് ജീവിതം.